ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. നാട്ടിൻപുറത്തു നിന്നും നഗരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ. കുറേനക്കാരൻ ശീമോൻ എന്നാണ് സുവിശേഷം അയാളെ വിശേഷിപ്പിക്കുന്നത്. നാട്ടിൻപുറത്തിൻ്റെ നന്മ നിറഞ്ഞ പച്ച മനുഷ്യൻ ആയതുകൊണ്ടാവണം ദേഹമാസകലം മുറിവേറ്റ് മരണാസന്നനായി കുരിശുമായി കാലിടറി വീഴുന്ന യേശുവിനെയും മകനെ നിസ്സഹായതയോടെ നോക്കി നിൽക്കുന്ന അമ്മയെയും കണ്ടപ്പോൾ അയാളുടെ കണ്ണുകളിൽ ദയ തോന്നിയത്. അതുകൊണ്ടാണ് യേശുവിൻ്റെ കുരിശെടുത്ത് അനുഗമിക്കുന്ന ആദ്യ വ്യക്തിയായി ശീമോൻ മാറിയത്. പിന്നീട് അങ്ങോട്ട് സ്വന്തം കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കാൻ ഇറങ്ങിത്തിരിച്ച എത്രയോ പേർക്കാണ് അയാളുടെ ഈ സൽക്കർമ്മം പ്രകാശമായി തീർന്നിട്ടുള്ളത്. നമ്മുടെ ജീവിത കുരിശിൻ്റെ ഭാരം നിലത്തിറക്കി വയ്ക്കാനാണ് മനുഷ്യപുത്രൻ കുരിശ് ചുമന്നത്. എന്നാൽ അവൻ്റെ കുരിശ് ചുമക്കാൻ ഒരു അപരിചിതൻ വേണ്ടി വന്നു. പ്രിയ ചങ്ങാതിയായ ശീമോൻ തള്ളിപ്പറഞ്ഞപ്പോൾ അന്യനായ മറ്റൊരു ശീമോൻ കുരിശു താങ്ങാനെത്തി. പലപ്പോഴും ജീവിതം പഠിപ്പിക്കുന്ന വിലപ്പെട്ട പാഠം അതുതന്നെയല്ലേ? അപ്പം ഭക്ഷിച്ചവരും സൗഖ്യം നേടിയവരും വിശ്വസിച്ച് ചേർത്ത് നടത്തിയവരൊന്നും കുരിശുയാത്രകളിൽ കൂടെയുണ്ടായെന്നു വരില്ല. പലപ്പോഴും നമുക്ക് ഉപകാരികളായവരൊക്കെ കടപ്പെട്ടവരാരും തന്നെ ആയിരുന്നില്ലല്ലോ. യാതൊരു ബാധ്യതകളും ഇല്ലാഞ്ഞിട്ടും തിരികെയൊന്നും പ്രതീക്ഷിക്കാതെ തക്ക സമയത്ത് ഉപകാരികളായി മാറിയ എത്രയോ പേർ നമ്മുടെ ജീവിതത്തിലുണ്ട്. ശിഷ്യത്വത്തിൻ്റെ യഥാർത്ഥ പ്രതീകമാണ് കുറേനക്കാരൻ. കണ്ടുനിന്നവർക്ക് അയാൾ കൃത്യസമയത്ത് ആ വഴി വന്നത് യാദൃച്ഛികമായി തോന്നിയേക്കാം. എന്നാൽ അതൊരു ചരിത്ര നിയോഗമായിരുന്നു. തിരുക്കുരിശ് തോളിൽ വഹിക്കുവാൻ അപൂർവ ഭാഗ്യം ലഭിച്ച മനുഷ്യൻ. ചില ദൗത്യങ്ങൾ ദൈവം ഏൽപ്പിക്കുമ്പോൾ ക്ലേശകരമാണെന്ന് കണ്ട് ഒഴിഞ്ഞു മാറരുത്. ചിലപ്പോൾ അതു നിന്റെ ജീവിത ചരിത്രം വഴിതിരിച്ചു വിടുന്ന ദൈവഹിതമായേക്കാം. കുരിശെടുത്തു മാറ്റണേ എന്നല്ല, കുരിശു വഹിക്കാൻ ശക്തി തരണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ നിനക്കു വേണ്ടിയും ഒരു ശീമോനെ കർത്താവ് ഒരുക്കി നിർത്തും. 1 പത്രോസ് 4:13. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.